ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം. വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിലാണ്. 20-ാം വാർഡിലെ ഗാന്ധിനഗർ കോളനി റോഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ആദ്യം നമുക്ക് ഈ കുറച്ച് ദൃശ്യങ്ങളൊന്ന് കാണാം. ഇത്രയും അഴിമതി, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ തൊഴിലുറപ്പിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയുടെ ഒരു ചരിത്രമാണ് ഇതിനകത്ത് ഉള്ളത്. ഏകദേശം 388 ചാക്ക് സിമെന്റാണ് എസ്റ്റിമേറ്റിലുള്ളത്. എന്നാൽ ഈ റോഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു 100 ചാക്ക് സിമെന്റ് പോലും ഇതിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പിൽ തൊഴിലിനങ്ങൾ കൊടുത്ത ഒരു അവാർഡ്, മഹാത്മാ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പരിശോധിക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു പേപ്പർ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ ഈ പേപ്പറാണ്. ഇതിൻ്റെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് ചന്ദ്രൻ KA ഉളിക്കലാണ്. പരാതി ഓംബുഡ്സ്മാൻ്റെ നടപടി ക്രമം കണ്ണൂർ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയുടെ ഒരു ചരിത്രമാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഇതിൻ്റെ പരാതിക്കാരൻ തന്നെ ഇപ്പോൾ ശരിയാക്കി തരാം പരമ്പരയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഇവിടുത്തെ ജനങ്ങളോടും അതുപോലെ തന്നെ അധികൃതരോടും പറയാനുള്ളത് ഈ തൊഴിലുറപ്പിൻ്റെ അഴിമതിയെക്കുറിച്ച്? ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പിൽ നടന്ന അഴിമതിയുടെ ഒരു ഭീകരമുഖമാണ് ഇപ്പോൾ ഏജനറ്റ് സംപ്രേഷണം ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ പ്രാദേശിക വാർത്താ ചാനൽ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ നടന്ന അഴിമതികൾ പുറം ലോകത്ത് എത്തിച്ചിരുന്നു. അതിന് ആദ്യമായി ഈ ചാനലിന് നന്ദി പറയുന്നു. മണിക്കടവ് 20-ാം വാർഡ് മണിക്കടവ് ഗാന്ധിനഗർ ആദിവാസി കോളനിയിലേക്കുള്ള റോഡാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 45 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ റോഡ് കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത വിധത്തിൽ തകർന്നു പോയതുകൊണ്ടാണ് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ തൊഴിലുറപ്പ് ഓംബുഡ്സ്മാന് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ ഈ സ്ഥലം സന്ദർശിക്കുകയും അതിനെ തുടർന്ന് പരാതിക്കാരനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും വിചാരണ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ മാസം ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ്റെ ഉത്തരവുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവിൽ ഈ റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ രേഖകൾ കരസ്ഥമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ റോഡ് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് സാധന സാമഗ്രികൾ വിതരണം ചെയ്ത സ്ഥാപനം ഈ റോഡ് പണിക്ക് മാത്രം 388 ചാക്ക് സിമൻറ്റ് പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ കമ്മിറ്റിക്കാർ അവിടുന്ന് എടുത്തതായിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 523 രൂപ എന്നുള്ളത് കേരളത്തിൽ ഒരു കാലത്തും സിമൻറ്റിന് വന്നിട്ടില്ലാത്തൊരു വിലയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഭീകരമായ മറ്റൊരു മുഖത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ഗ്രാമപഞ്ചായത്തിൽ തന്നെ തൊഴിലുറപ്പിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളായ തൊഴുത്ത് നിർമ്മിക്കുന്നതിനും ആട്ടുംകൂട് നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ട് പദ്ധതികൾ ഉണ്ടായിരുന്നു. അതുപ്രകാരം ഒരു തൊഴുത്തിന് 12 ചാക്ക് സിമൻറ്റാണ് എസ്റ്റിമേറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ എസ്റ്റിമേറ്റിലെ തുക 619 രൂപയാണ് ഒരു ചാക്ക് സിമൻറ്റിന്. അതിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ ഇപ്പോൾ ഞങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. അങ്ങനെ 2600 ചാക്ക് സിമൻറ്റ് ഏകദേശം ഒരു സാമ്പത്തിക വർഷം തന്നെ ഈ തൊഴിലുറപ്പിൽ തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അഴിമതികൾ എത്രയാണെന്നുള്ളത് ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളും ഏജനറ്റും. ഈ 20-ാം വാർഡിലെ ഗാന്ധിനഗർ കോളനി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് ഓഫീസിൽ നിന്ന് മാസ് റോൾ പരിശോധിച്ചതിൽ നിന്നും ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28/5/2023 തൊഴിൽ ചെയ്തതായിട്ട് സൈറ്റ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മാസ് റോളിൽ 28/5/2023 എന്നത് ഞായറാഴ്ചയാണ്. കൂടാതെ വിദഗ്ധ തൊഴിലാളികളായിട്ട് ജോലി ചെയ്തവർ ഈ കോൺക്രീറ്റ് പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷവും മാസ്റ്റർ റോളിൽ ഒപ്പിട്ടിട്ട് അവരുടെ വേതനം കരസ്ഥമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആയതും ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് പ്രകാരം തടഞ്ഞിട്ടുണ്ട്. കൂടാതെ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്കല്ല ഇവിടെ നടന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ
മെറ്റീരിയലിൻ്റെ പൈസ, അതായത് സിമൻറ്റ് തുടങ്ങിയ സാധനങ്ങളുടെ പൈസ അനുവദിക്കാൻ അന്തിമ റിപ്പോർട്ടിന് ശേഷം മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ എന്നും ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 4,98,000 രൂപയുടെ വർക്കാണ് ഈ 135 മീറ്റർ വർക്കിൽ നടന്നിരിക്കുന്നത്. അതിൽ 15 mm തിക്നെസ്സിലാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ റോഡിൻ്റെ എല്ലാ ഭാഗത്തും 3 mm കൂടുതൽ തിക്നെസ് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൂടാതെ ഈ റോഡ് നിർമ്മിക്കുന്നത് നിരപ്പാക്കിയതിന് ശേഷം മാത്രമാണ്. എന്നാൽ ഈ റോഡ് നേരിട്ട് പരിശോധിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്ന കേസിട്ടാണ് ഈ റോഡിൻ്റെ ആരംഭം മുതൽ തുടക്കം മുതൽ അഴിമതി തന്നെയാണ് എന്ന് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവസാനം വരെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഡിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ചന്ദ്രേട്ടൻ പരാതികൾ കൊടുത്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥലത്തിൽ എന്താണ് ചന്ദ്രേട്ടന് കിട്ടിയ വിവരം? ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് പ്രകാരം ഈ റോഡിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജോയിൻറ്റ് പ്രോഗ്രാം ഓഫീസറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം 21 ദിവസത്തിനുള്ളിൽ പ്രസ്തുത ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് JPCയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ JPCയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ടെസ്റ്റ് നടത്തേണ്ട സാങ്കേതിക സംവിധാനം JPCക്ക് ഇല്ല എന്നും കൂടാതെ കണ്ണൂർ ജില്ലാ പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിനെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുമാണ് മറുപടിയാണ് ലഭിച്ചത്. ഈ റിപ്പോർട്ട് ലഭ്യമാക്കിയാൽ മാത്രമേ നമുക്ക് വിജിലൻസിലേക്കും ബാക്കിയുള്ള ബാക്കിയുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്കും പരാതി നൽകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിജിലൻസുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ അന്വേഷണം നടത്തുകയും ഈ റോഡിൻ്റെ ടെസ്റ്റ് ഗുണനിലവാരം നടത്തി റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പിനോട് ലഭ്യമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് JPC ഓഫീസിൽ നിന്നും ഒരു മറുപടി ലഭിച്ചത് ഈ റോഡിൻ്റെ ടെസ്റ്റ് നടത്തേണ്ട സാങ്കേതിക സംവിധാനം കണ്ണൂർ ജില്ലയിലില്ല എന്നും പകരം കോഴിക്കോട് ജില്ലയിൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ടെസ്റ്റ് നടത്തി നിങ്ങൾക്കതിൻ്റെ റിപ്പോർട്ട് നൽകാമെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട് ഏകദേശം എത്ര രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടാകുന്ന ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ഏകദേശം 2 ലക്ഷം രൂപയിന് മുകളിൽ ഏകദേശം 388 ചാക്ക് സിമെൻറ്റാണ് എസ്റ്റിമേറ്റിലുള്ളത്. എന്നാൽ ഈ റോഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു 100 ചാക്ക് സിമെൻറ്റ് പോലും ഇതിനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ബാക്കി സിമെൻറ്റ് ഇവിടുന്ന് ഡെലിവറി എടുത്തിട്ടുണ്ട്, ഈ ഷോപ്പിൽ നിന്ന് ഡെലിവറി എടുത്തിട്ടുണ്ട്. അത് എവിടെ പോയി എന്ന് കണ്ടെത്തേണ്ടത് വിജിലൻസും ബാക്കിയുള്ള ബന്ധപ്പെട്ട അധികാരികളുമാണ്. ഈ ബാക്കി അവിടുന്ന് ഡെലിവറി ചെയ്ത സാധനങ്ങൾ, കാരണം ആ ഡെലിവറി ചെയ്തത് കൊണ്ടാണ് ആ ബന്ധപ്പെട്ട സ്ഥാപനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ഈ ബില്ല് ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിരുന്നു ഇതുമായി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥലത്തിൽ അവർ പറഞ്ഞ മറുപടി എന്താണ്? ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആവശ്യപ്പെട്ട രേഖകൾ അവർ തന്നിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ മെറ്റീരിയൽ വാങ്ങിയ രേഖ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ രേഖകളും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്നാൽ സാധന സാമഗ്രികളുടെ ബില്ല് മാത്രം തരാതെ ബാക്കിയുള്ള രേഖകളെല്ലാം തന്നു. ആ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തൊഴിലുറപ്പിൽ ഈ ജോലിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഓംബുഡ്സ്മാൻ്റെ ഹിയറിങ്ങിലാണ് ഈ മെറ്റീരിയലിൻ്റെ ബില്ലിനും അതിൻ്റെ റേറ്റും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വീണ്ടും ഞങ്ങളൊരു അപേക്ഷ വെച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഈ സാധന സാമഗ്രികളുടെ ബില്ല്, സിമെൻറ്റ്, എംസാൻഡ്, ജില്ലി എന്നിവയുടെ ബില്ല് ഈ വിതരണം ചെയ്ത സ്ഥാപനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകിയതിൻ്റെ ബില്ല് കിട്ടി. ആ ബില്ലിലാണ് ഇവർ 523 രൂപ ഒരു ചാക്ക് സിമെൻറ്റിന് കോട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ടൈമിൽ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു ചാക്ക് സിമെൻറ്റിന് എത്ര രൂപയായിരിക്കും GST ഉൾപ്പെടെ? ഈ സമയത്ത് ഞങ്ങൾ സിമെൻറ്റ് ഡീലർമാരോട് മുഴുവൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 420 രൂപയിൽ കൂടുതൽ സിമെൻറ്റിന് കേരളത്തിൽ വില വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 450 രൂപ തന്നെയാണെങ്കിൽ കൂടി ഈ വില കൂടുതലാണ്, 523 രൂപ. അതായത് നിലവിൽ ആ ഒരു ഷോപ്പുകാരന് മാർജിൻ കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ വിലയിട്ടിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ തൊഴിൽ നികുതി, ബിൽഡിംഗ് ടാക്സ്, ലേബർ രജിസ്ട്രേഷൻ, കറണ്ട് ചാർജ്, വാടക, തൊഴിലാളികളുടെ വേതനം, തൊഴിലാളികളുടെ ടാക്സ് എന്നിവ അടച്ച് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഈ പരിധിയിൽ വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഒന്നും ഈ സാധനങ്ങൾ വാങ്ങാതെ ചില താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വേറെ പഞ്ചായത്തുകളിലും വേറെ സ്ഥലങ്ങളിലും വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കേസാണ്. എന്നാൽ ഇവിടെ വിതരണം ചെയ്യുന്നതിനെക്കാട്ടും വില കൂട്ടി വാങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വസ്തുതയാണ്. ഇത്രയും അഴിമതി, ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ തൊഴിലുറപ്പിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ വിരോധാഭാസമെന്ന് പറയട്ടെ, ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പിൽ തൊഴിലിനങ്ങൾ കൊടുത്ത ഒരു അവാർഡ്, മഹാത്മാ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഈ അവാർഡ് വാങ്ങുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് മഹാത്മാവിൻ്റെ പേരിലുള്ള. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഗാന്ധിനഗർ കോളനിയിൽ ഏകദേശം 130 മീറ്ററോളം ഉള്ള കോൺക്രീറ്റ് തൊഴിലുറപ്പ് പദ്ധതിയിലെ കോൺക്രീറ്റ് റോഡിൻ്റെ അഴിമതിയെക്കുറിച്ചുള്ള ഒരു രേഖകളാണിത്. വിവരാവകാശ നിയമപ്രകാരം എടുത്ത രേഖകളാണ്. ഇതിനകത്ത് ഒരുപാട് രേഖകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അധികൃതർ നടത്തുന്ന അഴിമതി
ജനങ്ങളുടെ മുന്നിലേക്ക് അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടവുമായിട്ടാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ചന്ദ്രൻ സാർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ജനങ്ങളും അധികൃതരും അറിയേണ്ടതാണ്. ഇതുപോലെ അഴിമതി നടത്തുന്നവരെ പുറത്തു കൊണ്ടുവരാനുള്ള ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഗാന്ധിനഗർ കോളനിയിൽ നിന്നും ബിജു പാരിക്കപ്പള്ളിയോടൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.